ഈ ഭൂഗോളം ആലങ്ങാട് അച്യുതൻ മാഷ് ക്ലാസ് മുറിയിൽ ഉപയോഗിച്ചിരുന്നതാണ്. മാഷ് ഇന്നില്ല. മകൻ പ്രകാശനാണിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. താൻ പോകാൻ ഉദ്ദേശിക്കുന്ന വിദേശ രാജ്യങ്ങളുടെ മാപ്പ് നോക്കി വെള്ളമിറക്കാൻ. ഇന്ന് ഇത്രയും മതി. ഇനി പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറയാം. ഡോക്ടറാവാനാണ് പ്രകാശൻ ആഗ്രഹിച്ചത്. പക്ഷെ നേഴ്സാവാനേ കഴിഞ്ഞുള്ളൂ. പാസ്സായി കഴിഞ്ഞപ്പോൾ നേഴ്സിൻ്റെ ജോലിക്ക് ഡിഗ്നിറ്റി പോരാന്നൊരു തോന്നൽ. തെങ്ങേ കയറി ഒരു തേങ്ങ ഇടാൻ പറഞ്ഞാൽ കേൾക്കില്ല. തെങ്ങ കയറാനല്ല ഞാൻ ഡിഗ്രി എടുത്തത്. എല്ലാ മാസവും ഇവിടെ തേങ്ങ ഇടാൻ വരാറുള്ള സതീശൻ എമ്മേക്കാരനല്ലേ? സതീഷിൻ്റെ അച്ഛനും തെങ്ങേറ്റക്കാരനാ. എൻ്റെ അച്ഛൻ സ്കൂൾ മാഷായിരുന്നു. ആ വ്യത്യാസമുണ്ട്. അമ്മയാന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്കാരം പ്രകാശനൊഴികെ ആ വീട്ടിലുള്ള എല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുന്നവരാണ്. ചേട്ടത്തി തയ്ക്കും, അമ്മ സഹായിക്കും. ചേട്ടൻ പ്രദീപൻ ഒരു പലചരക്ക് കട നടത്തുകയാണ്. പക്ഷെ പ്രകാശൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാറേയില്ല. പ്രകാശനൊരു ചേച്ചിയും കൂടിയുണ്ട്, ഉഷ. ദുബായിൽ ഡ്രൈവറായിരുന്ന വസന്തനാണ് ഉഷയുടെ ഭർത്താവ്. കഴിഞ്ഞ തവണ നാട്ടിൽ വരുമ്പോൾ ദുബായിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വസന്തൻ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങി. അതിന് സമ്മാനമടിച്ചത് 6 കോടി രൂപ. അന്ന് മുതൽ ഒരു കോടീശ്വരനാണെന്ന് നാട്ടുകാരെ അറിയിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് വസന്തൻ. കേരളത്തിൽ എല്ലായിടത്തും ധാരാളമായി കണ്ടുവരുന്ന ഒരിനം മലയാളിയുടെ പൊതു സ്വഭാവം പ്രകാശനമുണ്ട്. ചെന്നൈ മെയിൽ പിടിക്കാനുള്ള വലിയ തറവാട്ടുകാരാ. എന്ത് കാര്യം, സദ്യ പോരാ. കുഴപ്പമൊന്നുമില്ലോ. അത് നല്ല സദ്യ ഉണ്ണാത്തോണ്ട് തോന്നുന്ന. സാമ്പാറിലെല്ലാ കഷ്ണങ്ങളുണ്ടോ? കൂട്ടുകറിക്കാണെ പുക വേണം, പായസത്തിനാണെ മധുരം പോരാ. അടുത്താഴ്ച രാമകൃഷ്ണമുള്ള ഇടക്കാലത്ത് ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നാലോ എന്നാലോചിച്ചു. അഴിമതിയാണ് ഉന്നം. ആത്മാർത്ഥതയില്ലാത്ത വാചകമടിയിൽ വിജയിച്ചാൽ ചിലപ്പോൾ MLA-യോ മന്ത്രിയോ ആയാലോ. എന്താ പ്രകാശ? എനിക്ക് ജനങ്ങളെ സേവിക്കണം. ഞാൻ മാധവേട്ടൻ്റെ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചു. നല്ല തീരുമാനം. പക്ഷേ ഒരു പണിയും ചെയ്യാതെ ജനങ്ങളെ സേവിക്കുന്ന പ്രവർത്തകരാ പാർട്ടിയിൽ കൂടുതലും. ഇവന്മാർക്ക് ചെലവിന് കൊടുക്കാൻ തന്നെ ഫണ്ട് തികയുന്നില്ല. പ്രകാശം പോയിട്ട് പിന്നെ വാ. പ്രകാശൻ എന്ന പേര് പഴഞ്ചനായി തോന്നിയതുകൊണ്ട് ഈയിടെ അതൊന്ന് മാറ്റി. ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് PR ആകാശ് എന്നാക്കി. അതെ, നമ്മുടെ ഈ പാലക്കാവ് മാതച്ചന്റെ വീട് എവിടെ? ഞാൻ പറഞ്ഞു ഈ ഹൈറ്റില് വരച്ചിട്ട് കട്ടിമീശ ടൗണില് വളണ്ടിപ്പോൾ നമ്മുടെ മാതച്ചൻ. നിങ്ങൾ ഈ വന്ന വഴി തിരിച്ചൊരു 3/4 കിലോമീറ്റർ പോകണ്ടോ? അവിടെ ഒരു കൊടിമരമൊക്കെ ഉള്ള ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ടേൺ റൈറ്റ്. പിന്നെ അവിടെ നിന്ന് 2-3 കിലോമീറ്റർ പോകണ്ടേ? അവിടെ ഒരു പാടം വരും. പാടത്തിന് ഓപ്പോസിറ്റാണ് ശിവക്ഷേത്രം. അതിന് തൊട്ടടുത്ത് തന്നെ. ആരെങ്കിലും ചോദിച്ചാൽ മതി. ആ ജംഗ്ഷൻ മിസ് ചെയ്യണ്ട. മാത്തച്ഛന്റെ വീട് ആ കാണുന്ന വളവ് കഴിഞ്ഞാൽ കാണണല്ലേ? വലിയ കാറൊക്കെ ഉള്ളവരല്ലേ? ചുറ്റിട്ട് വരട്ടെ. ഒട്ടന്മാര്
ഇതൊരു പെണ്ണുകാണൽ ചടങ്ങിനുള്ള യാത്രയാണ്. ഖത്തറിൽ ജോലിയുള്ള പ്രകാശന്റെ സുഹൃത്ത് ബാഹുലേയൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒരു കൂട്ടിന് പ്രകാശനെയും വിളിച്ചു, അതിൻ്റെ അപകടം അറിയാതെ. കൂട്ടുകാരൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിൻ്റെ വീട് കണ്ടപ്പോൾ തന്നെ പ്രകാശനൊന്ന് ഞെട്ടി. അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഖത്തറിൽ പോയത്. 2 വർഷം കൊണ്ട് അറബി പഠിച്ച് കമ്പനിയുടെ മാനേജറാക്കി. എവിടെ പഠിച്ചതൊക്കെ? ബിടെക് കോയമ്പത്തൂരായിരുന്നു. പിന്നെ സ്കൂൾസൊക്കെ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഇയാൾ എന്താ ചെയ്യുന്നു? എന്താ ചെയ്യുന്നേ? ബിസിനസ്. എന്നാ പിന്നെ മോളെ വിളിക്കാം. അമ്മോ, പെൺകുട്ടിയാണെങ്കിൽ ഇത്തിരി മോഡേൺ, നല്ല സുന്ദരി. പ്രകാശന്റെ മനസ്സിൽ അസൂയ മുളപൊട്ടാൻ തുടങ്ങി. ഞങ്ങൾക്കാകെയുള്ളത് ഒരൊറ്റ മോളാ. ഞാനുണ്ടാക്കിയതെല്ലാം അവൾക്ക് മാത്രമുള്ളതാണ്. നല്ല കുട്ടി, എനിക്കിഷ്ടായി. തറവാട്ടുകാരാ, ഇനി വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. ബാഹുബലി അല്ല ബാഹുലേ, നമുക്കിത് വേണ്ട. അതെന്താ? നീ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ഞാൻ ഈ കുട്ടിയെ മുമ്പ് കണ്ടിട്ടുണ്ട്. അവളുടെ മുഴുവൻ ചരിത്രം എനിക്കറിയാം. നമുക്ക് പറ്റിയ ബന്ധമല്ല. പക്ഷെ എനിക്ക് കണ്ടിട്ട് അങ്ങനെ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. ഇത് വിടുന്നതല്ല. വിട്ടോ. ബാഹുലേയം വിട്ടെങ്കിലും പ്രകാശം വിട്ടില്ല. ആ സമ്പന്ന സുന്ദരി പ്രകാശന്റെ മനസ്സിൽ ഒരു മോഹപുഷ്പമായി വിടർന്നു നിന്നു. നേരായ മാർഗത്തിൽ അവളെ കിട്ടില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് പ്രകാശൻ പ്രണയമാർഗത്തിൽ ഒന്ന് സഞ്ചരിച്ചു നോക്കി.